ചന്ദ്രവംശത്തിലെ അതിപ്രശസ്തനായ ഒരു രാജാവായിരുന്നു ദുഷ്യന്തൻ. അസൂയാർഹമായ വിധത്തിൽ അദ്ദേഹം രാജ്യഭാരം നടത്തി. ശത്രുക്കളെ സംഹരിക്കുന്നതിൽ യാതൊരു ദാക്ഷിണ്യവുമില്ലായിരുന്ന അദ്ദേഹം ആഴി പോലെ കലങ്ങാത്തവനും ഊഴി പോലെ സഹിപ്പവനുമായിരുന്നു. തൻ്റെ രാജ്യത്തിന്റെ അതിർത്തികൾ അദ്ദേഹം സമുദ്രം വരെ വ്യാപിപ്പിച്ചു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അന്ന് സമ്പൽ സമൃദ്ധിയോടെ ജീവിച്ചു. ചോരഭയമോ രോഗഭയമോ അന്നുണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരുടെ ധർമ്മങ്ങൾ യഥാവിധി പാലിച്ച് ജീവിച്ചു. പ്രകൃതി അകമഴിഞ്ഞ് കനിയുകയാൽ ഋതുക്കൾ കാലാകാലങ്ങളിൽ വരികയും പോവുകയും ചെയ്തു. ഭൂമി സമൃദ്ധിയുടെ വിളനിലയമായി. ദുഷ്യന്തൻ മഹാശക്തനായിരുന്നു. ധനുർവിദ്യയിൽ അതീവ നിപുണനായിരുന്നു അദ്ദേഹം. കുതിരപ്പുറത്തും ആനപ്പുറത്തും ഇരുന്ന് യുദ്ധം ചെയ്യുന്നതിനുള്ള കഴിവ് അദ്ദേഹത്തിന് ഒരുപോലെ ഉണ്ടായിരുന്നു. പ്രജകൾ അദ്ദേഹത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. ഒരിക്കൽ ദുഷ്യന്തൻ തന്റെ ചതുരംഗ പടയോടും കൂടി നായാട്ടിന് പോയി. വനത്തിൽ പ്രവേശിച്ച് മൃഗങ്ങളെ വേട്ടയാടി. ദുഷ്ടമൃഗങ്ങളിൽ കുറെയൊക്കെ ചത്തൊടുങ്ങി. ശേഷിച്ചവ ഓടി ഒളിച്ചു. ദുഷ്യന്തൻ പിന്നെയും യാത്ര ചെയ്ത് മാലിനി നദിയുടെ തീരത്തെത്തി. അവിടെ ഒരു ആശ്രമം കണ്ടു. അത് കണ്വ ആശ്രമമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കണ്വനെ കണ്ടു വന്നിക്കണമെന്ന മോഹം അദ്ദേഹത്തിൽ ഉദിച്ചു. സൈന്യങ്ങളെ വനത്തിൽ നിർത്തിയിട്ട് ദുഷ്യന്തൻ ഒറ്റയ്ക്ക് വിശാലമായ ആശ്രമ വളപ്പിലേക്ക് കടന്നു. മനോഹരമായ പ്രദേശമായിരുന്നു അത്. പക്ഷികളുടെ കളകൂജനവും വണ്ടുകളുടെ മുരളിച്ചയും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ രാഗവീജികൾ സൃഷ്ടിച്ചു. അവിടെ ഒരു ഭാഗത്ത് വേദധ്യാനികൾ പദക്രമത്തോടെ റക്കുകൾ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരിടത്ത് യാഗങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. വേറെ ഒരിടത്ത് ഋഷികൾ വേദസംഹിത ചൊല്ലുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ ബ്രഹ്മലോകത്തിലെത്തിയ പ്രതീതിയാണ് രാജാവിനുണ്ടായത്. തന്റെ സാന്നിധ്യം കൊണ്ടും അവരെ ആരും അവരുടെ പ്രവൃത്തിയാൽ ശല്യപ്പെടുത്തുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്ന് അദ്ദേഹം സാവധാനം നടന്ന് ഒഴിഞ്ഞുകിടന്ന ഒരു പർണശാലയിലെത്തി. അവിടെ പുറത്തൊന്നും ആരെയും കണ്ടില്ല. അദ്ദേഹം വിളിച്ചു ചോദിച്ചു, "ഇവിടെ ആരുമില്ലേ?" രാജാവിന്റെ ചോദ്യം കേട്ട് ചേതോ മോഹിനിയായ ഒരു യുവതി അകത്ത് നിന്നിറങ്ങി വന്നു. മരവിരി കൊണ്ട് മാറും അരയും മറച്ചിരുന്ന അവൾ ഒരു താപസകുമാരിയുടെ വേഷത്തിലായിരുന്നു. കരിമീൻ മിഴിയായ അവൾ മഹാലക്ഷ്മിയെ പോലെ മനോഹരിണിയായിരുന്നു. രാജാവിന് സ്വാഗതം പറഞ്ഞുകൊണ്ട് അവൾ അദ്ദേഹത്തെ ഉപചരിച്ച് ഇരിപ്പിടം നൽകി. തുടർന്ന് രാജാവിനെ യഥേഷ്ടം അർഘ്യപാദ്യാദികൾ കൊണ്ട് പൂജിച്ചു. തപസ്വിനി മധുരമായി പറഞ്ഞു, "പ്രഭു, ഈയുള്ളവൾ എന്താണ് ചെയ്യേണ്ടത്?" സുന്ദരിയായ അവളുടെ കളമൊഴി രാജാവിന്റെ ഹൃദയത്തിൽ പീയൂഷം പകർന്നു. അദ്ദേഹം അല്പനേരം ഇമ പൂട്ടാതെ ആ സുന്ദരഗാത്രത്തിൽ തന്നെ നോക്കിയിരുന്നു. പരിസര ബോധമുണ്ടായപ്പോൾ രാജാവ് പറഞ്ഞു, "ഭദ്രേ, ഞാൻ ദുഷ്യന്ത മഹാരാജാവാണ്. കണ്ണു മഹർഷിയെ കണ്ടു വന്ദിക്കുവാൻ വന്നു. മഹർഷി എവിടെ പോയിരിക്കുന്നു?" കന്യക മന്ദഹാസത്തോടെ പറഞ്ഞു, "അച്ഛൻ ഫലമൂലങ്ങൾ ശേഖരിക്കുവാൻ പോയിരിക്കുകയാണ്. ഉടൻ വരും, കണ്ടിട്ട് പോകാം." ആ മഞ്ജുളാഗ്നിയുടെ ആകാര സൂക്ഷ്മയിൽ ആകൃഷ്ടനായ ദുഷ്യന്തന് അവിടം വിട്ടു പോകുവാൻ അശേഷം ധൃതിയില്ലായിരുന്നു. അദ്ദേഹം ആ ലളിതാംഗിയിൽ ലീനനായി കഴിഞ്ഞിരുന്നു. രാജാവ് അവളോട് ചോദിച്ചു, "അല്ലയോ യുവതീ രത്നമേ, നീ ആരാണ്? നിന്റെ ലാവണ്യം എൻ്റെ ഹൃദയത്തെ മതിക്കുന്നു. പ്രഥമ വീക്ഷണത്തിൽ തന്നെ നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു. നീ ആരെന്നറിയുവാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്." ദുഷ്യന്തന്റെ വശ്യമായ ആകാരവും മനോഹരമായ വാക്കുകളും കന്യകയ്ക്ക് ഇമ്പം നൽകുന്നവയായിരുന്നു. അവൾ സുസ്മരേവദനയായി പറഞ്ഞു, "അല്ലയോ മഹാരാജാവേ, ഞാൻ കണ്വമുനിയുടെ കന്യകയാണെന്നറിഞ്ഞാലും." ദുഷ്യന്തൻ ഇത് കേട്ടപ്പോൾ ആശ്ചര്യത്താൽ ആവിഷ്ടനായി. അവൾ പറഞ്ഞത് അദ്ദേഹത്തിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ജിജ്ഞാസയോടെ ചോദിച്ചു, "എന്ത്? സർവസംഘ പരിത്യാഗിയായ കണ്വന് ഒരു കന്യകയോ? നീ എങ്ങനെയാണ് മുനീശ്വരന്റെ പുത്രിയായത്?" തന്റെ മുന്നിലിരിക്കുന്ന യുവാവും ദൃഢഗാത്രനുമായ രാജാവിനെ സാഗൂതം നോക്കിക്കൊണ്ട് കണ്വപുത്രി അവളുടെ കഥ പറയുവാൻ തുടങ്ങി. "പ്രിയപ്പെട്ട രാജാവേ, കണ്വ മഹർഷി ഒരിക്കൽ എന്നെപ്പറ്റി മറ്റൊരു മുനിയോട് പറയുന്നത് ഞാൻ കേൾക്കുവാനിടയായി. അങ്ങനെ കേട്ട എൻ്റെ കഥ ഞാൻ അങ്ങയോട് പറയാം, കേട്ടാലും. പണ്ട് രാജകർഷിയായ വിശ്വാമിത്രൻ കഠിനമായി തപസ് ചെയ്തു. ഇതറിഞ്ഞ ദേവേന്ദ്രൻ വിശ്വാമിത്രനിൽ അസൂയാലുവായി.
അദ്ദേഹത്തിന്റെ തപസ് പൂർത്തീകരിച്ചാൽ തൻ്റെ ഇന്ദ്രൻ എന്ന പട്ടം തെറിച്ചു പോകുമെന്ന് ഇന്ദ്രൻ ഭയപ്പെട്ടു. എങ്ങനെയും തപസ് മുടക്കുവാൻ തീരുമാനിച്ചു. ഇന്ദ്രൻ മേനകയെ തൻ്റെ മുമ്പാകെ വരുത്തി പറഞ്ഞു, അല്ലയോ മേനകെ, നീ അപ്സരസുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠയാണ്. നീ എനിക്കൊരു സഹായം ചെയ്യണം. തേജസ്വിയായ വിശ്വാമിത്രൻ ഉഗ്രമായി തപസ് ചെയ്യുന്നു. തന്മൂലം ഞാൻ അസ്വസ്ഥനാണ്. അയാൾ എൻ്റെ സ്ഥാനം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം തപസ് ചെയ്യുന്നത്. നീ പോയി അയാളുടെ തപസ്സിന് വിഘ്നമുണ്ടാക്കണം. വിശ്വവശ്യമായ നിന്റെ രൂപവും യൗവനവും പുഞ്ചിരിയും ഭാഷണങ്ങളും കൊണ്ട് നിനക്കിത് സാധിക്കും. ദേവേന്ദ്രന്റെ നിർദ്ദേശം കേട്ടപ്പോൾ മേനക ഭീതിയിലായി. വിശ്വാമിത്രന്റെ തപോബലത്തെപ്പറ്റി അവൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അവൾ ഇന്ദ്രനോട് പറഞ്ഞു, പ്രഭു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങ് പോലും അദ്ദേഹത്തെ ഭയപ്പെടുന്നു. ആ നിലയ്ക്ക് കേവലം ഒരു അപ്സരസായ ഞാൻ എങ്ങനെ ധൈര്യമായി അദ്ദേഹത്തിന്റെ അടുത്തുപോയി അങ്ങയുടെ നിർദ്ദേശം പാലിക്കും? മഹാമുനിയായ വസിഷ്ഠന്റെ പുത്രന്മാരെയെല്ലാം അദ്ദേഹം നശിപ്പിച്ചതല്ലേ? ക്ഷത്രിയനായി ജനിച്ചിട്ടും തപോബലം കൊണ്ട് ബ്രാഹ്മണ്യം നേടിയവനല്ലേ ആ വിശ്വാമിത്രൻ? ത്രിശങ്കുവിനു വേണ്ടി പ്രത്യേകം ഒരു സ്വർഗം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ കരുത്തനല്ലേ അദ്ദേഹം? കോപിച്ചാൽ ഞാൻ ആ കോപാഗ്നിയിൽ ദഹിച്ചു പോകും. എങ്കിലും ഭവാന്റെ ആജ്ഞ നിറവേറ്റാതിരിക്കുവാനും എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എന്നെ സഹായിക്കുവാനായി വായു ഭഗവാനെയും കാമദേവനെയും കൂടി എന്നോടൊപ്പം അയക്കുക. ഞാൻ നൃത്തം ചെയ്യുമ്പോൾ അനിലൻ എൻ്റെ വസ്ത്രങ്ങൾക്ക് സ്ഥാനഭ്രംശമുണ്ടാക്കട്ടെ. പുഷ്പബാണൻ കാമശരങ്ങളെയ്ത് വിശ്വാമിത്രന്റെ ഹൃദയത്തിൽ കാമാഗ്നി ജ്വലിപ്പിക്കട്ടെ. ഇന്ദ്രൻ സമ്മതിച്ചു. വായു ഭഗവാനും കാമദേവനും മേനകയെ അനുഗമിച്ചു. കണ്ണുകൾ പൂട്ടി സമാധിസ്ഥാനനായിരുന്ന വിശ്വാമിത്രന്റെ മുന്നിൽ മേനക വന്നു നിന്നു. അതിനു മുമ്പായി തന്നെ സുഗന്ധവാഹിയായ മന്ദമാരുതൻ ആ പ്രദേശം മുഴുവൻ പരിമളം പരത്തിയിരുന്നു. മേനക വിശ്വാമിത്രനെ വന്ദിച്ച് നൃത്തം ആരംഭിച്ചു. മാരുതൻ തക്ക സമയത്ത് അദ്ദേഹത്തിന്റെ ജോലി നിർവഹിച്ചു. കാറ്റിൽ ആടി ഉലഞ്ഞുകൊണ്ടിരുന്ന വസ്ത്രങ്ങൾ അവളുടെ ശരീരത്തിൽ നിന്ന് വഴുതി വീണു. അതെടുക്കുവാനായി അവൾ കുനിഞ്ഞു. ആ തക്കം നോക്കി പൂവമ്പൻ കാമബാണങ്ങൾ എയ്തു. അത് ഹൃദയത്തിൽ തറച്ച വിശ്വാമിത്രൻ പൂട്ടിയിരുന്ന കണ്ണുകൾ തുറന്നു. എന്റെ മുന്നിൽ ദേവാംഗനയായ ഒരു സ്ത്രീ മിക്കവാറും നഗ്നയായി നിൽക്കുന്നു. വിശ്വാമിത്രന്റെ നോട്ടം കണ്ട് മേനക ലജ്ജിച്ച് തലകുനിച്ചു. മഹർഷി അവളെ മാടി വിളിച്ചു. അനുസരണയുള്ള ഒരു മാൻപേട എന്ന പോലെ അവൾ അദ്ദേഹത്തിന്റെ ചാരത്തെത്തി. അദ്ദേഹം അവളെ പുണർന്നു. വിശ്വാമിത്രനും മേനകയും കൂടി അനേക വർഷം കാമകേളികളാടി കഴിച്ചുകൂടി. മേനകയ്ക്കൊരു കുട്ടി ജനിച്ചു. അപ്പോഴേക്കും നഷ്ടപ്പെട്ടുപോയ തന്റെ തപശക്തിയെപ്പറ്റി വിശ്വാമിത്രൻ ബോധവാനായി. അദ്ദേഹം മേനകയെ വിട്ടിട്ട് വീണ്ടും തപസ്സിന് പോയി. മേനക തന്റെ കുഞ്ഞിനെ മാലിനിയും തീരത്ത് ഉപേക്ഷിച്ചിട്ട് ദേവലോകത്തേക്കും പോയി. ആ കുഞ്ഞിനെ ശകുന്തങ്ങൾ, അതായത് പക്ഷികൾ പരിപാലിച്ചു വളർത്തി. അതേ പക്ഷികൾ തന്നെ അതിന് തീറ്റി കൊണ്ട് കൊടുത്ത് അതിനെ പോറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കണ്ണു മഹർഷി അതുവഴി വരികയും കുഞ്ഞിനെ കാണുകയും അതിനെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് വളർത്തുകയും ചെയ്തു. ശകുന്തങ്ങൾ വളർത്തിയതുകൊണ്ട് ആ കുഞ്ഞിന് അദ്ദേഹം ശകുന്തള എന്ന് പേരിട്ടു. ഇതാണ് എൻ്റെ കഥ. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയുമെല്ലാം ഈ പറയുന്ന കണ്ണോ മഹർഷിയാണ്. ഞാൻ അദ്ദേഹത്തിന് മകളും അദ്ദേഹം എനിക്ക് അച്ഛനുമാണ്. ദുഷ്യന്തൻ അതീവ സന്തുഷ്ടനായി. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് താപസകുമാരിയല്ലെന്നും രാജപുത്രിയാണെന്നും അറിഞ്ഞപ്പോൾ അവളെ വേൽക്കണമെന്ന ഉത്കടമായ അഭിലാഷം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അല്ലയോ യുവതീരത്നമേ, എനിക്ക് നിന്നോടുള്ള അഭിനിവേശം നിയന്ത്രണാതീതമാണ്. ഞാൻ ഭവതിയെ എൻ്റെ ധർമാധാരങ്ങളാക്കുന്നതിന് ആഗ്രഹിക്കുന്നു. അതിനനുമതി നൽകുമെന്ന് ഹൃദയംഗമായി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ശകുന്തള പ്രതിവചിച്ചു. അച്ഛനുടനെ മടങ്ങിയെത്തും. അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക. അച്ഛൻ എന്നെ അങ്ങയ്ക്ക് നൽകും, അത് ഉറപ്പാണ്. എന്നാൽ കണ്ണോ മുനിയെ കാത്തിരിക്കുവാനുള്ള ക്ഷമ ദുഷ്യന്തനില്ലായിരുന്നു. തന്നെയുമല്ല, മുനി സമ്മതിച്ചില്ലെങ്കിൽ കാര്യം കുഴയുമല്ലോ, അങ്ങനെ ഒരു ഭീതിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശകുന്തളെ, പ്രേമവതി, നീ എന്നെ സ്വീകരിക്കുക. എൻ്റെ മനസ്സ് നിന്നെ ലയിച്ചിരിക്കുന്നു. ധർമ്മശാസ്ത്രങ്ങളിൽ വിവാഹങ്ങൾ 8 വിധമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഗന്ധർവ വിവാഹം ഉത്തമമായതാണെന്ന് ധരിക്കുക. നീ എനിക്ക് എല്ലാ വിധത്തിലും അനുരൂപയായ വധുവാണ്. ഞാൻ നിനക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഗന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്ത് നീ എൻ്റെ പത്നിയായാലും. ദുഷ്യന്തന്റെ അഭിപ്രായം സ്വീകരിക്കുവാനും ആഗ്രഹം നിറവേറ്റുവാനും ശകുന്തള തയ്യാറായി. അവൾ പറഞ്ഞു, അല്ലയോ മന്നവേന്ദ്ര, ധർമ്മം ഇപ്രകാരമാണെങ്കിൽ ഞാൻ അങ്ങയുടെ പത്നിയാകാൻ ഒരുക്കമാണ്.
എന്നാൽ ഭവാൻ എന്നോടൊരു സത്യം ചെയ്യണം. അങ്ങയ്ക്ക് എന്നിലുണ്ടാകുന്ന പുത്രൻ അങ്ങയുടെ കാലശേഷം രാജാവാകണം. ഇതങ്ങയ്ക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഗന്ധർവ വിവാഹം നടത്താം. മന്നവൻ ശകുന്തളയുടെ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ നാരീരത്നമേ, നീ പറഞ്ഞ വ്യവസ്ഥ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിന്നിൽ എനിക്കുണ്ടാവുന്ന പുത്രനെ ഞാൻ യുവരാജാവാക്കും. അവൻ എനിക്കു ശേഷം രാജാവായി തീരും. അവർ ഗന്ധർവ വിവാഹം ചെയ്തു. ദുഷ്യന്തൻ ശകുന്തളയെ മാറോടണച്ചു. അവളുടെ മുഖകമലത്തിൽ തെരുതെരെ ചുംബിച്ചു. അവളെല്ലാം മറന്ന് ദുഷ്യന്തനിൽ ലയിച്ചു. ഏറെ സമയം അവർ ഒരുമിച്ച് കഴിച്ചുകൂട്ടി. രാജാവ് പോകുവാൻ തയ്യാറായി. ശകുന്തളയോട് യാത്ര ചോദിച്ചു. വൈമനസ്യത്തോടെ അവൾ അനുമതി നൽകി. ദുഷ്യന്തൻ ശകുന്തളയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയേ, ഞാൻ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ എൻ്റെ ചതുരംഗപ്പടയെ ഇവിടേക്ക് കയറ്റി. അപ്പോൾ അവരോടൊപ്പം നീ രാജകൊട്ടാരത്തിലേക്ക് എത്തിയാലും. ദുഷ്യന്തൻ രാജധാനിയിലേക്ക് മടങ്ങിപ്പോയി. രാജാവ് പോയി കഴിഞ്ഞ് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കണ്ണു മഹർഷി ആശ്രമത്തിലെത്തി. അച്ഛൻ്റെ മുന്നിൽ വരുന്നതിന് ഭയപ്പെട്ട ശകുന്തള അകത്ത് ഒതുങ്ങി നിന്നതേ ഉള്ളൂ. കണ്ണു മഹർഷി തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് അവിടെ നടന്ന സംഗതികളെല്ലാം മനസ്സിലാക്കി. ലജ്ജയും ഭയവും കൊണ്ടാണ് ശകുന്തള തൻ്റെ അടുത്തേക്ക് വരാത്തതെന്ന് അദ്ദേഹത്തിന് ഊഹിക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹം ശകുന്തളയെ സ്നേഹപുരസരം വിളിച്ചു. അച്ഛൻ വിളിക്കുന്നത് കേട്ടപ്പോൾ ശകുന്തള പരിഭ്രമിച്ചു. അവൾ നാണിച്ച് ഉദ്വേഗത്തോടെ മഹർഷിയുടെ അടുക്കെത്തി. കണ്വൻ വാത്സല്യത്തോടെ ശകുന്തളയെ തലോടിക്കൊണ്ട് പറഞ്ഞു, മകളെ, ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നീ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട. എന്നെ അറിയിക്കാതെ നീ ദുഷ്യന്തനുമായി ചെയ്ത സംസർഗം ഒട്ടും അധർമ്മമല്ല. ക്ഷത്രിയന് ഗന്ധർവ വിവാഹം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഷ്ടപ്പെടുന്നവരോട് ഇഷ്ടമുള്ളവർക്ക് ഗൂഢസംഗമമാകാം. ദുഷ്യന്തൻ നിനക്ക് ഏറ്റവും അനുയോജ്യനായ ഭർത്താവാണ്. നീ അതുല്യ പരാക്രമിയായ ഒരു ഉത്തമ പുത്രനെ പ്രസവിക്കും. അവൻ ചക്രവർത്തിയാകും. ശകുന്തളയുടെ കണ്ണുകളിൽ സന്തോഷബാഷ്പം നിറഞ്ഞു. അവൾ കണ്ണു മഹർഷിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. കണ്ണുൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ശകുന്തള തന്റെ ഹൃദയേശ്വരനെ ഓർത്തോർത്ത് നാളുകൾ തള്ളി നീക്കി. അവൾ കോമളനായ ഒരു കുമാരനെ പ്രസവിച്ചു. ജാതക കർമാദികൾ യഥാവിധി ചെയ്തു. കണ്ണുൻ അവനെ സ്വന്തം മകനെ പോലെ വളർത്തി. വർഷങ്ങൾ 6 കഴിഞ്ഞു. ദുഷ്യന്തനെ പറ്റി ഒരു വിവരവും അറിഞ്ഞില്ല. അവൾ അത്യന്തം കിന്നയായി. അവളുടെ പുത്രൻ മാത്രമായിരുന്നു അവൾക്ക് ആശ്വാസം നൽകിയത്. കുമാരൻ 6 വയസ്സായപ്പോഴേക്കും അവന്റെ വീരപരാക്രമങ്ങൾ കണ്ട് മറ്റുള്ളവർ അതിശയിച്ചു. അവൻ അമിത ബലവാനായിരുന്നു. അവന്റെ കൈവെള്ളയിൽ ചക്രരേഖയുണ്ടായിരുന്നു. അവന്റെ പ്രസരിപ്പും ധൈര്യവും ഏവരെയും ആകർഷിച്ചു. കാട്ടിലുള്ള വന്യമൃഗങ്ങളെ ഒറ്റയ്ക്ക് പിടികൂടി ആശ്രമത്തിൽ കൊണ്ടുവന്ന് ബന്ധിക്കുന്നതിനുള്ള ഭുജബലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവൻ ധമനൻ, അതായത് ശൂരനും യോദ്ധാവുമായിരുന്നു. അവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിന് കഴിവുള്ളവനായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അവനെ സർവധമനൻ എന്ന് വിളിച്ചു. അതവന്റെ സ്ഥിരം പേരായി. ശകുന്തളയെ സർവധമനോടുകൂടി ഭർത്തൃഗൃഹത്തിലേക്ക് അയക്കുന്നതിനുള്ള സമയമായി എന്ന് കണ്ണുമുനി കണ്ടു. അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരെ ഹസ്തിനാപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിർദ്ദേശിച്ചു. ശകുന്തള ഈ വൃത്താന്തം ഗ്രഹിച്ചപ്പോൾ സന്തോഷിക്കുകയും അതിലേറെ ദുഃഖിക്കുകയും ചെയ്തു. പ്രാണപ്രിയന്റെ അടുത്തിലേക്ക് വാത്സല്യനിധിയായ തന്റെ പുത്രനോടൊപ്പം പോകുന്ന കാര്യമോർത്തപ്പോൾ അവൾക്ക് നിസീമമായ സന്തോഷം തോന്നി. എന്നാൽ ഇത്രനാളും മാതാവും പിതാവുമായി തന്നെ വളർത്തിയ കണ്ണുമുനിയും താൻ ജീവിച്ചിരുന്ന ആശ്രമത്തെയും തൻ്റെ കരചരങ്ങളേറ്റു വളർന്ന തരുവല്ലികളെയും വൃക്ഷങ്ങളെയും മറ്റും പിരിയേണ്ടി വരുമെന്നോർത്തപ്പോൾ ശകുന്തളയുടെ ഹൃദയം സന്താപഭാരത്താൽ വിങ്ങിപ്പൊട്ടി. കണ്വൻ അവളെ സ്വാന്തനപ്പെടുത്തി. ശിഷ്യന്മാരോടൊത്ത് യാത്ര അയച്ചു. ശകുന്തളയും മറ്റും ദുഷ്യന്തന്റെ രാജധാനിയിൽ വന്നു ചേർന്നു. വളരെ പ്രയാസപ്പെട്ടാണ് കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശനം ലഭിച്ചത്. അവസാനം അവർ ദുഷ്യന്തന്റെ മുന്നിലെത്തി. അദ്ദേഹം രാജസദസ്സിൽ ഇരിക്കുകയായിരുന്നു. ശകുന്തളയെ കൊട്ടാരത്തിലാക്കിയ ഉടൻ തന്നെ ശിഷ്യന്മാർ തിരിച്ചുപോയി. ശകുന്തള ദുഷ്യന്തനെ മുറപ്രകാരം പൂജിച്ചു. അച്ഛനെ നമസ്കരിക്കുവാൻ ശകുന്തള പുത്രനോട് നിർദ്ദേശിച്ചു. സർവധമനൻ ദുഷ്യന്തനെ നമസ്കരിച്ചു. ദുഷ്യന്തനാവട്ടെ ശകുന്തളയെയും പുത്രനെയും കണ്ടിട്ട് അറിയുന്ന ഭാവമേ നടിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, പുത്രനോടുകൂടി വന്ന അല്ലയോ താപസി, നിന്റെ ആഗ്രഹം എന്തെന്ന് പറഞ്ഞാൽ അത് നിറവേറ്റി തരുന്നതായിരിക്കും. ദുഷ്യന്തന്റെ വാക്കുകൾ ശകുന്തളയുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥയാക്കി. എങ്കിലും അത് ഭാവിക്കാതെ അവൾ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങനെ അറിയുന്നില്ലേ, ഞാൻ ശകുന്തളയാണ്.
കണ്ണുമുനിയുടെ പർണശാലയിൽ വെച്ച് നാം കണ്ടുമുട്ടി ഇടപഴകഞ്ഞത് അങ്ങ് ഓർക്കുന്നില്ലേ? നമ്മുടെ പുത്രനെ യുവരാജാവാക്കാമെന്ന് അന്ന് സത്യം ചെയ്തുമില്ലേ? ഇവൻ അങ്ങേക്ക് എന്നിലുണ്ടായ പുത്രനാണ്. സത്യം പാലിച്ച് അങ്ങിവനെ യുവരാജാവാക്കണം. ദുഷ്യന്തൻ അത്ഭുതം നടിച്ചു. അദ്ദേഹം അലക്ഷ്യമായി പറഞ്ഞു, നീ എന്താണ് ഈ പറയുന്നത്? നിന്നെ കണ്ടതായിട്ട് പോലും ഞാൻ ഓർക്കുന്നില്ലല്ലോ. നീ ഏതോ ദുഷ്ടതാപസ്വിനിയാണ്. രാജസദസ്സിൽ നിന്ന് ഇപ്രകാരം പൊടി പറയാതെ പോകുന്നതാണ് നിനക്ക് നല്ലത്. മഹാരാജാവിന്റെ ദുസ്സഹമായ വാക്കുകൾ കേട്ടപ്പോൾ ശകുന്തള ഒരു സാല ഭംഗിയെ പോലെ അല്പനേരം നിന്നുപോയി. അവളുടെ അഭിമാനവും കോപവും വിജൃംഭിച്ചു. ക്ഷണനേരത്തിനുള്ളിൽ അവളുടെ കണ്ണുകൾ രക്തവർണ്ണങ്ങളായി. അവളുടെ മുഖം സൂര്യരശ്മികൾ പോലെ പ്രഭാപൂരിതമായി. ചുണ്ടുകൾ വിറച്ചു. ദുഷ്യന്തനെ ദഹിപ്പിക്കത്തക്കവണ്ണം തീപ്പൊരി ചിതറുന്നതായി അവളുടെ നോട്ടം. അവൾ കുറച്ചു സമയം അപ്രകാരം നിന്നു. പിന്നീട് അവളുടെ തേജസ് അവൾ തന്നെ അടക്കി. അവൾ ദുഷ്യന്തനോട് പറഞ്ഞു, അല്ലയോ രാജശ്രേഷ്ഠ, എന്നോട് നീ ഇങ്ങനെ പറയുന്നത് എന്തിനാണ്? ആത്മവഞ്ചന കൊടും പാപമാണ്. അതിനേക്കാൾ കൂടുതലായി മറ്റു പാപങ്ങളില്ല. നീ വെറും പ്രാകൃത മനുഷ്യനെ പോലെ സംസാരിക്കുന്നു. സത്യത്തെ ലംഘിക്കുന്നവന്റെ ശിരസ് പൊട്ടിത്തെറിക്കും. സ്വയം വന്നു കയറിയവളെ പോലെ നീ എന്നെ നിന്ദിക്കുന്നു. ഞാൻ നിന്റെ പത്നിയാണ്. ഞാൻ പതിവ്രതയാണ്. ഇവൻ നിന്റെ പുത്രനാണ്. പുത്രനെ കൊണ്ടാണ് ഒരുവൻ ശാശ്വതമായ ഫലവും സമാധാനവും നേടേണ്ടത്. മഹാരാജാവേ, അപ്സരസായ മേനകയാണ് എൻ്റെ മാതാവ്. രാജഹർഷിയായ വിശ്വാമിത്രനാണ് എൻ്റെ പിതാവ്. അവർ എന്നെ ഉപേക്ഷിച്ചു. അങ്ങും എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാം. എന്നാൽ അങ്ങയുടെ പുത്രനായി ഈ ബാലനെ ഉപേക്ഷിക്കരുതേ. അവനെ സ്വീകരിച്ചാലും. ശകുന്തളയുടെ വാക്കുകൾ കേട്ടപ്പോൾ ദുഷ്യന്തൻ ഈർഷ്യ ഭാവിച്ചു. അദ്ദേഹം നിശ്ചിതമായ വാക്കുകളോടെ പറഞ്ഞു, സ്ത്രീകൾക്ക് ധാർഷ്ട്യമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടേയുള്ളൂ. എന്നാൽ ഇപ്പോൾ നേരിൽ കണ്ടിരിക്കുന്നു. കുലടയായ നീ കുലീന എന്ന് പറയുന്നു. സ്ത്രീകൾ അസത്യം പറയും. പക്ഷെ ആരാണത് ശ്രദ്ധിക്കുക? വെറും നിർമ്മാല്യം കണക്കെ നിന്നെ ഉപേക്ഷിച്ച നിന്റെ അമ്മ ഒരു വേശ്യയാണ്. നിന്റെ അച്ഛൻ നിർദ്ധയനാണ്. നീയും ഒരു പുഞ്ചിലിയാണ്. ഈ ബാലനെ കണ്ടാൽ തന്നെ അറിയാം നീ പറയുന്നതൊക്കെ നുണയാണെന്ന്. ഇത്ര കുറച്ചു കാലം കൊണ്ട് ഒരു ബാലൻ എങ്ങനെയാണ് ഇത്രത്തോളം പൊണ്ണത്തടിയനാകുന്നത്? നിന്റെ ഉത്ഭവം തന്നെ ഹീനമായ വിധത്തിലാണ്. നിന്റെ വാക്കും പ്രവൃത്തിയും അതിന് ചേർന്ന വിധത്തിൽ തന്നെ. നിനക്ക് വേണമെങ്കിൽ സ്വർണ്ണാഭരണങ്ങളോ വസ്ത്രമോ തരാം. അതും വാങ്ങി ഉടൻ സ്ഥലം വിട്ടുകൊള്ളുക. ഇത് കേട്ടപ്പോൾ ശകുന്തളയ്ക്ക് രാജാവിനോട് പുച്ഛമാണ് തോന്നിയത്. പരിഹാസ്യോദികമായി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അല്ലയോ രാജാവേ, ഞാൻ നിന്നേക്കാൾ ശ്രേഷ്ഠയാണ്. ഭൂമിയിൽ മാത്രം കഴിച്ചു കൂട്ടുവാനുള്ള കഴിവേ നിനക്കുള്ളൂ. എനിക്ക് ഭൂമിയിലും ആകാശത്തിലും സഞ്ചരിക്കുവാൻ കഴിയും. ആനയോളം വലിപ്പമുള്ള നിന്റെ കുറ്റങ്ങൾ കാണുവാൻ കഴിയാതെ കടുകിനോളമുള്ള എൻ്റെ കുറ്റങ്ങളെയാണ് നീ കാണുന്നത്. കണ്ണാടി കണ്ട് യാഥാർത്ഥ്യം ഗ്രഹിക്കുന്നതുവരെ വിഡ്ഢികൾ തങ്ങളുടെ മുഖം ഏറ്റവും നന്നെന്ന് നിരൂപിക്കും. തങ്ങളുടെ കുറ്റങ്ങൾ അറിയാതെ മറ്റുള്ളവരോട് കുറ്റങ്ങൾ പറയുന്നവരാണ് അധികവും. കുറ്റമില്ലാത്തവർ അവരുടെ മഹിമ കൊണ്ട് കുറ്റമുള്ളവരെ പോലെയും നിന്ദിക്കുകയില്ല. സത്യവും ധർമ്മവും വെടിയുന്ന പുരുഷനെ ക്രുദ്ധനായ സർപ്പത്തേക്കാൾ ഭയപ്പെടണം. സത്യത്തിന് തുല്യമായി ധർമ്മമില്ല. സത്യത്തിന് തുല്യമായി മറ്റൊന്നുമില്ല. സത്യമാണ് പരമായ ബ്രഹ്മം. സത്യം മാത്രമേ വാഗ്ദാനം. അതുകൊണ്ട് അങ്ങ് ചെയ്ത വാഗ്ദാനം പാലിക്കുക. അങ്ങയുടെ പുത്രനെ യുവരാജാവാക്കുക. ഹേ ദുഷ്യന്ത, നീ അതിന് തയ്യാറായില്ലെങ്കിൽ പോലും എന്റെയും നിന്റെയും പുത്രനായ ഈ ബാലൻ സർവധമനൻ ചക്രവർത്തിയായി ഭൂമിപാലനം ചെയ്യുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇത്രയും പറഞ്ഞിട്ട് ശകുന്തള രാജസന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ ഭാവിച്ചു. അപ്പോൾ ആകാശത്തു നിന്നൊരശരീരി കേട്ടു. ഹേ ദുഷ്യന്ത, ശകുന്തള പറഞ്ഞതൊക്കെ സത്യമാണ്. ശകുന്തള നിന്റെ പത്നിയാണ്. അവളെ മാനിക്കുക. ഈ ബാലൻ നിന്റെ പുത്രനാണ്. നീ ഇവനെ ഭരിക്കുക, അതായത് രക്ഷിക്കുക. ഞങ്ങൾ പറഞ്ഞതുമൂലം നീ ഇവനെ ഭരിക്കുക. കാരണം ഇവൻ ഭരതൻ എന്ന പേരിൽ അറിയപ്പെടട്ടെ. ഇപ്രകാരം ദേവോക്തി കേട്ടപ്പോൾ രാജസദസ്സിലിരുന്ന പുരോഹിതന്മാരും ആചാര്യന്മാരും മറ്റുള്ളവരും ആശ്ചര്യപ്പെട്ടു. ദുഷ്യന്തൻ എല്ലാവരോടുമായി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ ദേവദൂതന്റെ ഭാഷണം കേട്ടുവല്ലോ. എനിക്കും അറിയാം ഇവൻ എൻ്റെ പുത്രനാണെന്ന്. എന്നാൽ ശകുന്തള വന്നു പറഞ്ഞ ഉടനെ ഞാൻ ഇവനെ സ്വീകരിക്കുന്നുവെങ്കിൽ ലോകർ ശങ്കിക്കും. ഇവന് ശുദ്ധിയും സിദ്ധിക്കില്ല. അനന്തരം ദുഷ്യന്തൻ സിംഹാസനത്തിൽ നിന്നിറങ്ങി ശകുന്തളയുടെയും പുത്രന്റെയും അടുത്തു വന്നു. അദ്ദേഹം പറഞ്ഞു, പ്രിയേ, നിന്റെ ശുദ്ധിക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്. അല്ലെങ്കിൽ നാട്ടുകാർ നിന്നെ ശങ്കിക്കും. ശങ്ക നീക്കി പുത്രന് രാജ്യം നൽകണമെന്നതായിരുന്നു എൻ്റെയും ആഗ്രഹം. അതിനായിരുന്നു ഈ പരീക്ഷണം. ഓമനെ, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം പൊറുക്കുക. നീ എന്നോട് ചൊടിച്ച് എന്നെ
ആക്ഷേപിച്ച് പറഞ്ഞത് ഞാനും ക്ഷമിച്ചിരിക്കുന്നു. ദുഷ്യന്തൻ ശകുന്തളയെയും പുത്രനെയും മാറോടനച്ച് ആലിംഗനം ചെയ്തു. രാജസദസ്സിലുണ്ടായിരുന്നവർ ഹർഷബാഷ്പങ്ങൾ തൂവി. പിന്നീട് സർവധമന് ഭരതൻ എന്ന പേര് നൽകി യുവരാജാവായി അഭിഷേകം ചെയ്തു. ദുഷ്യന്തന്റെ കാലത്തിനു ശേഷം ഭരതൻ പ്രതാപാവനായ ചക്രവർത്തിയായി. കണ്വനെ കുലഗുരുവാക്കി. അവൻ രാജാക്കന്മാരെ ജയിച്ച് കീഴടക്കി. അശ്വമേധ യാഗം നടത്തി. ഹിമാലയത്തിന് തെക്ക് ആഴിയാൽ 3 ഭാഗവും ചുറ്റപ്പെട്ട ഉപഭൂഖണ്ഡം ഭരതന്റെ കൊടിക്കീഴിലായി. അവൻ സർവഭൗമിയനായി. ഭരതൻ ഭരിച്ച രാജ്യത്തിന്റെ പേര് ഭാരതം എന്നുമായി. വ്യാസഭാരതത്തിലുള്ള ഈ കഥയെ ഉപജീവിച്ചാണ് കാളിദാസൻ തന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന ലോകപ്രസിദ്ധമായ നാടകം രചിച്ചിട്ടുള്ളത്. അതിൽ കാളിദാസൻ ചില ന്യൂന സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് മറ്റൊരു രീതിയിലാണ് നാടകം വാർത്തെടുത്തിരിക്കുന്നത്. അതിലെ കഥയുടെ ചുരുക്കം ഇപ്രകാരമാണ്. മൃഗയാ വിനോദത്തിനായി കാട്ടിലെത്തിയ ദുഷ്യന്തൻ ശകുന്തളയെ കാണുകയും ഗന്ധർവ വിവാഹം കഴിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു. ഒരു ദിവസം ശകുന്തള ആശ്രമത്തിലെത്തിയിരുന്ന് എല്ലാം മറന്ന ദുഷ്യന്തനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ അവസരത്തിൽ ദുർവാസാവ് മഹർഷി അവിടെ എത്തി. അദ്ദേഹം വന്നതൊന്നും ശകുന്തള അറിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ സൽക്കരിക്കാനും കഴിഞ്ഞില്ല. ഇതിൽ കോപിഷ്ഠനായ മുനി, നീ ആരെ ഓർത്തുകൊണ്ടിരിക്കുന്നുവോ അയാൾ നിന്നെ ഓർമ്മിക്കാതെ പോകട്ടെ എന്ന് ശപിച്ചു. ഇതും ശകുന്തള അറിഞ്ഞില്ല. ശകുന്തളയുടെ തോഴികളായ അനസൂയയും പ്രിയംവദയും ഇത് കേട്ടു. അവൾ മുനിയുടെ പുറകെ ഓടിച്ചെന്നു. ശകുന്തളയോട് ക്ഷമിച്ച് ശാപമോക്ഷം കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. ഇതിനെ തുടർന്ന് എന്തെങ്കിലും അടയാളം കാണിച്ചാൽ ദുഷ്യന്തൻ ശകുന്തളയെ ഓർമ്മിക്കുമെന്ന് മുനി ശാപമോക്ഷം നൽകി. ദുഷ്യന്തൻ കണ്വാശ്രമത്തിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ അദ്ദേഹത്തിന്റെ മുദ്രമോതിരം ശകുന്തളയ്ക്ക് സമ്മാനിച്ചിരുന്നു. ഇത് അടയാളമായി കാണിക്കാമല്ലോ എന്ന് തോഴിമാർ സമാധാനിപ്പിച്ചു. അവർ ശാപവൃത്താന്തം ശകുന്തളയെ അറിയിച്ചില്ല. മുദ്രമോതിരം ഭദ്രമായി സൂക്ഷിച്ചു കൊള്ളണമെന്ന് മാത്രം ശകുന്തളയോട് പറഞ്ഞു. ഗർഭിണിയായ ശകുന്തളയെ കണ്ണു മഹർഷി ദുഷ്യന്തന്റെ അടുക്കിലേക്ക് ശിഷ്യന്മാരെയും കൂട്ടി അയച്ചു. വഴിയിൽ വെച്ച് സോമാവരി തീർത്ഥത്തിൽ സ്നാനം ചെയ്യുമ്പോൾ ശകുന്തളയുടെ കൈവിരൽ കിടന്നിരുന്ന മുദ്രമോതിരം ഊർന്നു വെള്ളത്തിൽ വീണു. ആ വിവരം ആരും അറിഞ്ഞില്ല. ശകുന്തള കൊട്ടാരത്തിലെത്തി. ദുർവാസാവിന്റെ ശാപം മൂലം ദുഷ്യന്തന് ശകുന്തളയെ ഓർമ്മിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അവൾ പറഞ്ഞതൊന്നും അദ്ദേഹം വിശ്വസിച്ചില്ല. മുദ്രമോതിരം അടയാളമാക്കി കാണിക്കണമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ അത് വിരലിൽ കണ്ടില്ല. ശകുന്തളയെ ദുഷ്യന്തൻ കൊട്ടാരത്തിൽ നിന്ന് ആട്ടിപ്പായിച്ചു. അപ്പോൾ അവളുടെ അമ്മയായ മേനക അവിടെ എത്തി ശകുന്തളയെ കശ്യപാശ്രമത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. സോമാവരി തീർത്ഥത്തിൽ വീണ മോതിരം ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യം ഒരു മുക്കുവന്റെ വലയിൽപ്പെട്ടു. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് മോതിരം മുക്കുവന്റെ കയ്യിൽ കിട്ടി. അവനത് വിൽക്കുന്നിടത്ത് പട്ടണത്തിലെത്തി. രാജഭടന്മാർ മുക്കുവനെ പിടികൂടി മോതിരം രാജസമക്ഷം ഹാജരാക്കി. അത് കണ്ടപ്പോൾ ദുഷ്യന്തന് ശകുന്തളയെ ഓർമ്മ വന്നു. ശകുന്തളയെ കൊട്ടാരത്തിൽ നിന്ന് ആട്ടി ഓടിച്ചതിൽ അദ്ദേഹം ദുഃഖിച്ചു. അന്നു മുതൽ രാജാവ് ശോകാർത്തനായി കഴിഞ്ഞുകൂടി. ആശ്രമത്തിൽ താമസിച്ചിരുന്ന ശകുന്തളയെ ഒരാൺകുഞ്ഞു പ്രസവിച്ചു. അവൻ വീരശൂര പരാക്രമിയായി വളർന്നു വന്നു. അവന് സർവധമനൻ എന്ന് പേരിട്ടു. ആശ്രമവാസികളും ശകുന്തളയും അവനെ അതിരിട്ട സ്നേഹത്തോടെ വളർത്തി. കുറച്ചു നാളുകൾക്ക് ശേഷം ഇന്ദ്രന്റെ ക്ഷണമനുസരിച്ച് ദുഷ്യന്തൻ ദേവലോകത്തേക്ക് പോയി. അവിടുന്ന് മടങ്ങുന്ന വഴി കശ്യപന്റെ ആശ്രമത്തിലെത്തി. ഒരു സിംഹക്കുട്ടിയെ ബലമായി പിടിച്ചു നിർത്തി അതിന്റെ വായിലെ പല്ലുകൾ എണ്ണുന്ന സർവധമനെ അദ്ദേഹം കണ്ടു. അവനെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവൻ ശകുന്തളയിൽ തനിക്കുണ്ടായ പുത്രനാണെന്ന് രാജാവിന് മനസ്സിലായി. കശ്യപന്റെ അനുഗ്രഹത്തോടെ ദുഷ്യന്തൻ ശകുന്തളയും പുത്രനെയും കൂട്ടി രാജധാനിയിലേക്ക് മടങ്ങി. സർവധമനനെ യുവരാജാവാക്കി. പിന്നീട് സർവധമനൻ ഭരതൻ എന്ന പേരിൽ രാജ്യം ഭരിച്ചു. അദ്ദേഹം സർവഭൗമനായി മാറി. അങ്ങനെ ഭരതൻ ഭരിച്ച രാജ്യത്തിന്റെ പേര് ഭാരതം എന്നുമായി. ഈ ഭാരതവർഷത്തിൽ നടന്ന കഥാസംഭവങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. തുടരും.